CJP പ്രതിഷേധത്തിനെതിരായ പോലീസ് അതിക്രമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാൻ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് അഭിഭാഷകന് സുപ്രീംകോടതി ഉറപ്പു നൽകി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിഷ്കരണങ്ങൾ സുപ്രീംകോടതി സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. രാജ്യതലസ്ഥാനം തലയിടിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനെതിരെ ദില്ലി പോലീസിന്റെ അതിക്രമം ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീംകോടതി തിങ്കളാഴ്ച അടിയന്തരമായി പരിഗണിക്കുന്നത്. ഹർജി ഫയൽ ചെയ്തുവെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നുമുള്ള മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണന്റെ ആവശ്യത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഉറപ്പ്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കടുത്ത അതിക്രമം അഴിച്ചുവിടുന്നുവെന്നും പോലീസ് നടപടികളിൽ നിയന്ത്രണം വേണമെന്നുമാണ് ഹർജികളിലെ ആവശ്യം. CJP പ്രതിഷേധത്തിലെ പോലീസ് നടപടികൾ ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ തയ്യാറായില്ലെന്ന വാർത്തകളും ചീഫ് ജസ്റ്റിസ് തള്ളി. പോലീസ് നടപടിക്കെതിരായ ഒരു ഹർജികളും തന്റെ മുന്നിൽ വന്നില്ല. ആകെ ഇക്കാര്യം ഉന്നയിക്കപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം. NTA പരിഷ്കരണ നടപടികളിലും സുപ്രീംകോടതി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും താൽക്കാലിക പരിഹാരങ്ങൾ ഇനി വേണ്ടെന്നും ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധെ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം. ചോദ്യപേപ്പർ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം നൽകണം. ഭാവിയിൽ ചോദ്യപേപ്പർ ചർച്ച തടയാനുള്ള നിർദ്ദേശങ്ങളും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തണം. പരീക്ഷാ നടത്തിപ്പിനായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ 10 പ്രത്യേക വിഭാഗങ്ങൾ രൂപീകരിക്കണം. അഡീഷണൽ ഡയറക്ടർമാർക്ക് ഓരോ വിഭാഗത്തിന്റെയും ചുമതല നൽകണം. ഒന്നിലധികം സെഷനുകളിലായി പരീക്ഷ നടത്തുന്ന കാര്യം പരിശോധിക്കണമെന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.